ഈശ്വര, നല്ലൊരു കണി കാണിക്കണേ. ധനയോഗം, കാര്യലാഭം, ഉദ്ദിഷ്ട കാര്യലബ്ധി, സ്വാദിഷ്ട നോൺ വെജ് ഭക്ഷണം എല്ലാം ലഭിക്കുന്ന ഒരു ഉഗ്ര കണി കാണിക്കണേ. നീ എന്തിനകത്തേക്ക്? നമസ്കാരമുണ്ടേ. മേയർ സാറേ, കാലെങ്ങനെയുണ്ട്? കാലൊന്നും പോയില്ല, അത് ചെറിയൊരു ഡിസ്ലൊക്കേഷൻ. ഞാൻ ഒരിടത്തും പൊട്ടലുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അത് ആ സമയത്ത് നല്ല പെയിൻ ഉണ്ടായിരുന്നു, ചെറിയൊരു ഡിസ്ലൊക്കേഷൻ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവർ കാര്യമായിട്ട് കെട്ടുകയൊക്കെ ചെയ്ത് അത് മെഡിസിൻ ഉണ്ട്, 2 ദിവസം കഴിയുമ്പോഴേക്കും പ്രശ്നം മാറും. വെറും 2 ദിവസത്തേക്ക് മാത്രമായി ഡിസ്ലൊക്കേറ്റായ കാലും കൊണ്ട് മേയർ നഗരസഭയിലെ ഓഫീസിലേക്ക്. സത്യസന്ധനും കൃത്യനിഷ്ഠതയും പാലിക്കുന്ന മേയർ രാത്രി 10 മണിയായാലും നഗരസഭയിൽ തന്നെ ഉണ്ട് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. CPM-ന് ഒരു വിഷമവും വേദനയും അങ്കലാപ്പമൊക്കെ ഉണ്ടാവും നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ ആത്മാർത്ഥത കൂടി ഇരിക്കുന്ന VV രാജേഷിനെ അങ്ങനെ അങ്ങ് എടുത്തു കളയാൻ സാധിക്കുമോ? സ്വാഭാവികമാണ്. ഞാൻ ഇതുവരെ അങ്ങനെ തുറന്നു പറഞ്ഞിട്ടില്ല. വളരെ വലിയൊരു വരുമാന ചോർച്ച അവരുടെ പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം ഇങ്ങനെ നല്ല ഫ്ലോ ആയിരുന്നു ഫണ്ടിന്റെ. ഒരുമാതിരി പോക്കരത്തരം പറഞ്ഞാലുണ്ടല്ലോ. എടാ 1/3 എനിക്ക് തന്നാ മതി. എന്തിന്റെ ലാഭത്തിന്റെ 1/3? ഒന്ന് നിനക്ക്, ഒന്ന് ഇവന്, ഒന്ന് എനിക്കോ. നല്ല ഫ്ലോ ഉണ്ടായിരുന്നു ഫണ്ടിന്റെ. ആ ഫണ്ടിന്റെ ഫ്ലോ ഒക്കെ നിൽക്കുമ്പോൾ ഒരു ആശങ്കയുണ്ട്. അത് കോർപ്പറേഷന്റെ ചെലവിൽ ആ ഫണ്ട് വേണ്ട. 4 കാലത്ത് തുടങ്ങിയ പിരിവ കാലം മാറി മേയർ സാറേ. ഇപ്പോൾ ഗൂഗിൾ പേ കാലമാണ്. പാളയമാണ് ലൊക്കേഷൻ എങ്കിൽ ഗൂഗിൾ പേ ബക്കറ്റ് CPM@പാളയം എന്ന് സെർച്ച് ചെയ്താൽ ചിലപ്പോൾ കിട്ടുമായിരിക്കാം. അവിടെ മാത്രമല്ല, ഞാനിപ്പോൾ എല്ലാ സ്ഥലങ്ങളും പറയുന്നില്ല, സിറ്റിയിൽ വ്യാപകമായിട്ടുണ്ട്. അതിൻ്റെ പുറകിൽ ചില കാര്യങ്ങളുണ്ട്. ഞങ്ങൾ അതിലും നല്ല ഹോംവർക്ക് ചെയ്യാണ്. കുറച്ച് സമയമെടുക്കും, പക്ഷേ നടപടി ഉണ്ടാവും. അപ്പോൾ UDFും LDFും ചേർന്ന് നഗരസഭയിൽ BJPക്കെതിരെ പൊങ്കാലയിട്ടത് കാപ്പ കേസ് പ്രതി സുഗതന് വേണ്ടിയല്ല അല്ലേ? അദ്ദേഹത്തിന് നിയമപരമായിട്ട് നാളത്തെ കൗൺസിൽ ഹാജരായില്ലെങ്കിലും അദ്ദേഹത്തെ യാതൊരു തരത്തിലും ബാധിക്കില്ല. ജൂലൈ മാസത്തിലെ കൗൺസിൽ ഞാനിപ്പോൾ തന്നെ പറഞ്ഞേക്കാം. അപ്പോൾ മേയർ സാറേ, ഈ ആന്തോറിയവും അവിലോസുണ്ടയും എന്നൊക്കെ പറയുന്നത് കേട്ടു, എന്താണാവോ? ഇപ്പം ശബരിനാഥൻ ഒരാഴ്ചയായിട്ട് മഴയത്ത് ആന്തോറിയം പോയിക്കൊണ്ട് നിൽക്കുകയാണ്. ദീപക് ഇതുവരെ അവലോസുണ്ടോ കൊടുത്തിട്ടുമില്ല. ഒരു മുൻ മന്ത്രി ദീപകിനെ നിർബന്ധിക്കുകയാണ്, അവലോസുണ്ടോ കൊടുക്കൂ. അപ്പോൾ ജോയ് പുറകോട്ട് വിളിക്കുകയാണ്, CPM ജില്ലാ സെക്രട്ടറി, കൊടുക്കരുതേ എന്ന്. ഇവർ തമ്മിലൊരു തീരുമാനത്തിലെത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങൾ അടുത്ത പ്ലാൻ പറയാമായിരുന്നു. ഒരിക്കലും ചേരാത്ത ആന്തോറിയവും അവിലോസുണ്ടയും, അതിനെക്കുറിച്ചാണ് മേയർ സാർ ഇപ്പോൾ പറഞ്ഞത്. അടുത്ത പ്ലാൻ എന്താണാവോ എന്തോ. 2047 ലോകത്തിന് ഭാരതം നേതൃത്വം കൊടുക്കുമ്പോൾ, ഭാരതം ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി, ലോകത്തിൽ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി ആകുമ്പോൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ സ്വപ്നമാണത്. വിജയ, മാതൃരാജ്യത്തിന് വേണ്ടി യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ. പലതും സഹിക്കേണ്ടി വരും. അങ്ങ് പറഞ്ഞ വളരെ ശരിയാണ്. വേലുത്തമ്പി ദളവ, പഴശ്ശി രാജ, ഗോപാലകൃഷ്ണ ഗോഖലെ തുടങ്ങി രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്തവരുടെ പിന്മുറക്കാരാണ് നമ്മൾ. അത് നീ മറക്കരുത്. അങ്ങനെ വരുമ്പോഴേക്കും അതിന് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യുന്ന കോർപ്പറേഷനുകളിൽ ഒന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ ആയിരിക്കും. അതിനുള്ള അടിത്തറയാണ് ഞങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. മേയർ സാർ പറയുന്നത് ശരിയാണെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 100 വർഷം തികയുമ്പോൾ, ശരിയല്ലേ? അടിത്തറ ഇടുന്നതൊക്കെ ശരി. കേരളത്തിലാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം. ഇതുപോലെ കുറേ കല്ലുകൾ ഇളക്കിക്കളഞ്ഞിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. ഇത്രയും നാളും കളിച്ച പോലെയല്ല, ഇത് വലിയ കളിയാ. എടാ, നീ കേട്ടിട്ടില്ലേ, നോ പെയിൻ നോ ഗെയിൻ. ഇതുവരെ ഒരു ഗെയിനും ഉണ്ടായിട്ടില്ല. പെയിൻ ആണെങ്കിൽ ഒരുപാട് ഉണ്ടാവുകയും ചെയ്തു. ഇന്ന് സ്വാതന്ത്ര്യത്തോടെ സന്തോഷത്തോടെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ BJPയുടെ പ്രവർത്തനമായ മേയറെ വിളിച്ചിട്ട് പറയുകയാണ്, സാർ ഞങ്ങൾ നാളെ രാവിലെ ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനം ആരംഭിക്കുകയാണ്, കൊടിമരം വയ്ക്കുകയാണ്, അങ്ങനെ ഒന്ന് അറിയിക്കുകയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ കഴിഞ്ഞ മാസം വയ്ക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചതെന്ന്. എല്ലാ സംഘടനകളും പ്രവർത്തിക്കട്ടെ, LDFും BMSും പിന്നെ INTUCയും CIT ഒക്കെ പ്രവർത്തിക്കട്ടെ, അവരുടെ ആശയം പറയട്ടെ. ഇത്രയും സത്യസന്ധനായ മേയർ നിങ്ങൾക്കുള്ളപ്പോൾ എന്തിനാണ് കുഞ്ഞാടുകളെ നിങ്ങൾ പാപികളാകുന്നത്? ശാന്തരാകുവിൻ. നിങ്ങൾ
അകത്തേക്ക് വന്നത്? മണവാട്ടി കൂട്ടിക്കൊണ്ടു മണവാട്ടിയോ? ഇതിനെ മണത്തിട്ട് ആട്ടി ഓടിച്ചത്, അതിനെ കുട്ടി പിന്നെ വന്നാ പോടാ.